ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലെ അവസാന മത്സരത്തിന് ഇറങ്ങിയ ഇന്ത്യയെ നെതർലാൻഡ്സ് വിറപ്പിച്ചു, കിടുകിട വിറപ്പിച്ചു. 17 റൺസിനാണ് ഇന്ത്യക്ക്, അതും 193 റൺസ് എടുത്ത കളിയിൽ ഇന്ത്യക്ക് ജയിക്കാനായത് 17 റൺസിനും, അതും ആർക്കെതിരെ? നെതർലാൻഡ്സിനെതിരെ. ഇമാജിൻ, അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് പെർഫോമൻസ് ആയിരുന്നു നെതർലാൻഡ്സിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അത് ബൗളിംഗ് ആകട്ടെ, ബാറ്റിംഗ് ആകട്ടെ, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നെതർലാൻഡ്സ് ഒന്നാം തരം കളിയാണ് കളിച്ചിരിക്കുന്നത് എടുത്തു പറയാം. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് സൂപ്പർ 8ലേക്ക് ഇനി നേരിടാനിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക പോലുള്ള ടീമിനെയാണ്. ആ ഒരു ടീമിനെ നേരിടാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യക്ക് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കളിയോടുകൂടി നമുക്ക് മനസ്സിലായത്. കാരണം ഇന്ത്യക്ക് ചലഞ്ച് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ കുറച്ചെങ്കിലും പേരിന് ഒരു ടീമായിട്ടുള്ളത് പാകിസ്ഥാൻ മാത്രമായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ഒരു ചലഞ്ചിങ്ങും ഇന്ത്യ നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ USA ആണെങ്കിലും നെതർലാൻഡ്സ് ആണെങ്കിലും നോക്കുമ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ ഇന്ത്യക്കെതിരെ കളിക്കുന്നു. എന്തുകൊണ്ട് കളിക്കുന്നു? സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇപ്പോൾ കുറേ ഡ്രോബാക്സ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക പോലുള്ള സൂപ്പർ 8ലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ നല്ല രീതിയിൽ മത്സരം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സെലക്ടേഴ്സ് എസ്പെഷ്യലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അഭിഷേക് ശർമ്മയുടെ കാര്യം. അഭിഷേക് ശർമ്മ ഇത്തവണ ആകെ T20 വേൾഡ് കപ്പിലെ 4 മത്സരങ്ങളിൽ 3 മത്സരം കളിച്ചു. 3 മത്സരങ്ങളിൽ ഡക്ക് 3 മത്സരങ്ങളും സംപൂജ്യനായിട്ടാണ് ഔട്ടായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സഞ്ജു സാംസൺ ആകെ കൊടുത്തേക്കുന്ന ഒരൊറ്റ കളിയാണ്. സഞ്ജു സാംസനെ ഞാൻ പുകഴ്ത്തുമല്ല, അല്ലെങ്കിൽ സഞ്ജു സാംസനെ പറ്റി ടീമിൽ സെലക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹം കളിച്ചത് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ആദ്യം ന്യൂസിലൻഡിനെതിരെ ആയിരുന്നു കളിച്ചത്. കമ്പാരിറ്റീവ്ലി ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഒരു നല്ല ടഫ് ടീമാണ്. ആ ടഫ് ടീമിനെതിരെയാണ് സഞ്ജു സാംസൺ കളിച്ചത്. അതുകൊണ്ട് തന്നെ T20 വേൾഡ് കപ്പിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിനല്ലാതെ ഒരു ചെറിയ ടീമിനെതിരെയുള്ള അവസരങ്ങൾ സഞ്ജു സാംസന് കൊടുത്തിരുന്നെങ്കിൽ കളിച്ച് കയറി വരുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം ഈ 22 റൺസ് എടുത്ത കളിയിൽ സഞ്ജു നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ടായിരുന്നു ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സെലക്ടേഴ്സ് അഭിഷേക് ശർമ്മ T20 റാങ്കിങ്ങിൽ നമ്പർ 1 ബാറ്റ്സ്മാൻ ആണ്, എല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ T20 വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ മത്സരങ്ങളും കൃത്യമായി വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി തീരുമാനം എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. 2 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ. ഇനി അടുത്ത മത്സരത്തിലേക്ക് ഗെയിമിലേക്ക് വരികയാണെങ്കിൽ ഇഷാൻ കിഷനും അവിടെ ഫെയിലിയർ ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ടോപ്പ് ഓർഡർ എല്ലാം ആദ്യമേ ഔട്ടായി പോകുന്നു. തിലക് വർമ്മയുടെ ഉഗ്രൻ ക്യാച്ചാണ്. തിലക് വർമ്മയുടെ ആ ക്യാച്ച് ഒന്ന് നിങ്ങൾ നോക്കൂ. ഈ 41 വയസ്സുണ്ട് ഈ മനുഷ്യന്. തിലക് വർമ്മയുടെ ക്യാച്ച് എടുത്ത നമ്മുടെ വാൻ ഡർ മെർവ് എന്ന് പറയുന്ന കളിക്കാരൻ 41 വയസ്സുണ്ട്. 41 വയസ്സ് വെച്ചിട്ട് അദ്ദേഹം ആ ചാടി പറന്നുള്ള ക്യാച്ച് എടുത്തത് ഉഗ്രൻ ക്യാച്ച് ആയിരുന്നു. ആദ്യം അവർക്കൊരു ഡ്രോപ്പ് ക്യാച്ച് ഉണ്ടായിരുന്നെങ്കിലും സൂര്യകുമാറിന്റെ ക്യാച്ച് ആണെങ്കിൽ അവർക്ക് ഡ്രോപ്പ് ക്യാച്ച് വന്നു. സൂര്യകുമാർ 13 റൺസിൽ നിൽക്കുമ്പോഴാണ് ഡ്രോപ്പ് ക്യാച്ച് വന്നത്. സൂര്യകുമാറിന്റെ ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ സൂര്യകുമാർ ഒരു കാരണവശാലും 31 റൺസിലേക്ക് പോകത്തില്ലായിരുന്നു. പിന്നീടാണ് നമ്മുടെ നെതർലാൻഡ്സിനെ വിറപ്പിക്കുന്നതായിട്ട്, നെതർലാൻഡ്സിനെ ചലഞ്ച് ചെയ്യുന്നതായിട്ട് ശിവൻ ദുബെ വന്നതും പിന്നെ അവിടുന്ന് കളി മാറുന്നത്. ആദ്യത്തെ 6 ഓവറിൽ ഇന്ത്യ 51 റൺസാണ് എടുത്തത്. പക്ഷേ 6 മുതൽ 12 വരെയുള്ള ഓവറിൽ ഇന്ത്യ എടുത്തത് വെറും 38 റൺസാണ്. ആദ്യത്തെ 6 ഓവറിൽ 51, പിന്നീടുള്ള 12 ഓവർ വരെ അടുത്ത 6 ഓവറിൽ ഇന്ത്യ എടുക്കുന്നത് വെറും 38 റൺസ്. സോ അവസാനത്തെ 10 ഓവറിലാണ് 8 ഓവറിലാണ് കളി ഇന്ത്യയുടെ കയ്യിലേക്ക് വരുന്നതും 13 6 ആണ് ഇന്ത്യ അടിക്കുന്നത്. ഈ 13 6 അടിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ടോട്ടൽ ഇത്ര രീതിയിൽ 193 റൺസിലേക്ക് പോകുന്നത്. സോ ടോപ്പ് ഓർഡറിനെ മൊത്തം നെതർലാൻഡ്സിന് ചലഞ്ച് ചെയ്യാൻ സാധിച്ചു. മിഡിൽ ഓർഡറിലേക്ക് വന്നപ്പോഴത്തേക്ക് ശിവം ദുബെയും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും മികച്ച രീതിയിൽ, ഹാർദിക് പാണ്ഡ്യ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കളിക്കാരാണ്, എല്ലാ മാച്ചസിലും കൃത്യമായി കളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശിവൻ ദുബെയും എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇഷാൻ കിഷൻ ഇന്ന് പരാജയപ്പെട്ടു, അത് സത്യമാണ്. പക്ഷേ ഇഷാൻ കിഷനും ഒരു പ്രോമിസിംഗ് കളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സൂപ്പർ 8ലും അല്ലെങ്കിൽ സെമി ഫൈനൽ പോലുള്ള ഇതിൽ ഇന്ത്യ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കളിക്കാർ തന്നെയാണ് ഈ 3 പേരും എന്ന് പറയുന്നത് എടുത്തു പറയാം. അതോടൊപ്പം തന്നെ അവസാനം ഇറങ്ങുന്ന റിങ്കുവിന് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ബോൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. അവസാനം ഇറങ്ങിയിൽ ഒരു 6 അടിച്ച്, ആകെ 2 ബോളാണ് നേരിട്ടെങ്കിലും ഒരു 6 അടിച്ച് ഇന്ത്യൻ റൺസ് കുറച്ചുകൂടി മുന്നോട്ട് എത്തിക്കാനും 193 നല്ല റൺസ് സ്കോർ ചെയ്യാനും. കാരണം ആദ്യം ഒരു പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു 170 റൺ അല്ലെങ്കിൽ 160-170 റൺസിലേക്ക് പോകുമെന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ സ്കോറിനെ 193 എത്തിക്കാൻ ഇവർക്ക് 3 പേർക്കും കൃത്യമായി സാധിച്ചു എന്നുള്ളതാണ് കൃത്യമായുള്ള കണക്ക്. പക്ഷേ വൺസ് ഇറ്റ്സ് കം ടു നെതർലാൻഡ്സ് ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരാൾ അവിടെ നിന്ന് കളിച്ചില്ല. അതാണ് അവർക്ക് പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത്. സ്റ്റിൽ അവർ 17 റൺസിനാണ് തോറ്റതെങ്കിലും അവർക്ക് നിന്ന് കളിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് ഇങ്ങനെ അല്ലായിരുന്നു. അവരുടെ ഓരോ പ്ലെയേഴ്സും കൃത്യമായി കളിച്ചു. എല്ലാവരും 20, 23 എന്നീ റൺസ് വെച്ചിട്ട് കളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ നിന്നൊരു 40 മുകളിൽ സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് ഇങ്ങനെ വരത്തില്ലായിരുന്നു. അവസാനം ഇറങ്ങിയ
കാഷറ്റ് ആവട്ടെ, അതോടൊപ്പം തന്നെ ക്രൂസ് ആവട്ടെ, ഇവർ രണ്ടുപേരും ആണെങ്കിലും അവസാനം ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള എഡ്വാർഡ്സ്, ഇവരെല്ലാവരും നല്ല രീതിയിൽ ശ്രമിച്ചു വിജയത്തിലേക്ക് എത്തിക്കാൻ. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ബൗളിംഗ് സ്ട്രെങ്ത്തിന്റെ പോരായ്മയും കൂടെ കുറച്ച് എടുത്ത് കാണിക്കുന്നത് വ്യക്തമായിരുന്നു. കാരണം മികച്ച രീതിയിൽ അടി വാങ്ങുന്നുണ്ടായിരുന്നു. ആരൊക്കെയാണ് ഇപ്പൊ ഇന്ന് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വാഷിംഗ്ടൺ സുന്ദർ ആണെങ്കിൽ 4 ഓവറിൽ 36 റൺസാണ് വിട്ടുകൊടുത്തത്. അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് 3 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഇന്ത്യയുടെ ബൗളിംഗ് സ്ട്രെങ്ത്തിനെ പറ്റിയും ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. പക്ഷേ ബുംറയും അർഷ്ദീപും മികച്ച രീതിയിൽ ബൗൾ ചെയ്തു. ബുംറയ്ക്ക് 17 റൺസേ കൊടുത്തിട്ടുള്ളായിരുന്നു. 3 ഓവറാണ് റീച്ചത്. എന്തായാലും ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു നമ്മുടെ റിസൾട്ട് എന്തായാലും ഇന്ത്യൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം നൽകുന്ന ഒരു റിസൾട്ട് അല്ലായിരുന്നു. നെതർലൻഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവസാന മത്സരം ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഹാപ്പിയായി. കാരണം ഇന്ത്യ പോലുള്ള ടീമിനെതിരെ അവർ കളിക്കുമ്പോഴത്തേക്ക് ഇത്തരം രീതിയിൽ നല്ല ഫൈറ്റ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചതിൽ നെതർലൻഡ്സ് ടീമിന് എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഹാപ്പിയായി പോയി ഉറങ്ങാം എന്ന് പറഞ്ഞ ലീഗ് മത്സരം അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് പോകാം. പക്ഷേ ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഇനി ചലഞ്ചിങ് ആയിരിക്കത്തില്ല. കാരണം ഈ 4 മത്സരങ്ങളും ഇന്ത്യക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടീം, അല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ നല്ലൊരു ചലഞ്ച് ചെയ്യാനുള്ള ഒരു ടീം ഇല്ലായിരുന്നു. നെതർലൻഡ്സ്, USA, പാകിസ്ഥാൻ, നമീബിയ എന്നുള്ള ടീമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് സൂപ്പർ 8ലേക്ക് പോകുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾ അവിടെ ന്യൂസിലാൻഡ് അവിടെ വെസ്റ്റ് ഇൻഡീസ് വരുന്നുണ്ട്, അവിടെ ഉറപ്പായിട്ടും സൗത്ത് ആഫ്രിക്ക വരുന്നുണ്ട്. ഈ 2 ടീമിനെ നേരിടുക എന്ന് പറയുന്നത് 2 ടീം നല്ല ഫോമിലാണ്. ഇവരെ നേരിട്ട് സെമിയിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ ദുർഘടം പിടിച്ചുള്ള കാഴ്ചയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യക്ക് സൂപ്പർ 8ൽ ഏത് രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇനി അഭിഷേക് ശർമ്മയെ വീണ്ടും കളിക്കാനായിട്ട് അവസരം കൊടുക്കുമോ അതോ സഞ്ജു സാംസനെ ഓപ്പണിംഗ് സ്ഥാനത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സൂപ്പർ 8 22-ാം തീയതിയാണ് വരുന്നത്. സോ 22-ാം തീയതി സൗത്ത് ആഫ്രിക്കയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. നമുക്ക് അന്നത്തെ ഇതുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.